തിരുവനന്തപുരത്ത് നടന്ന സമാധി വിവാദവും മരണവും സംശയവും എല്ലാം ഇപ്പോൾ പുതിയൊരു സാധ്യതയ്ക്ക് കളം ഒരുങ്ങിയിരിക്കുകയാണ്. ഗോപന്റെ മരണത്തിലെ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് കോടതി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഉത്തരവിട്ടത്. ഇതോടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് കുടുംബങ്ങൾക്ക് മൃതദേഹം വിട്ടു നൽകി. ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയുടെ അകമ്പടിയോടെയാണ് വീട്ടിലെത്തിച്ചത്. പിന്നീട് സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. നീണ്ടു നടക്കുന്ന പൂജാ നടപടിക്രമങ്ങളും സംസ്കരണ ചടങ്ങുമാണ് നടന്നത്. സമാധി സ്ഥലം വിപുലീകരിച്ച് വലിയ കല്ലറ ഒരുക്കിയാണ് ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നത്. ഈ സ്ഥലം ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവിടത്തേക്ക് ഭക്തരുടെ ഒഴുക്കായിരിക്കും. ഇതാണ് പ്രബുദ്ധ കേരളം. മരണത്തിലെ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി പോലീസ് കാത്തു നിൽക്കുകയാണ്. ഗോപന്റെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷം അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദത്തിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ ഉന്നയിച്ച പരാമർശത്തിൽ ഗോപന്റെ മകൻ മാപ്പ് പറഞ്ഞു.